ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം മുതൽ സ്കിപ്പ് ചെയ്ത് പോവുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിനകത്ത് ആ ഒരു കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിഫീറ്റ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ദറ്റ് മീൻസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്സ് നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവുണ്ടാവാം. ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ചീറ്റിങ്ങും നടന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മളെ ചതിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ വഞ്ചിച്ചിട്ട് പോവുക, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അംഗീകരിക്കുന്നുണ്ടാവില്ല. അവരുടെ മിസ്റ്റേക്കുകളൊന്നും അവർ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് പെരുമാറുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് കാർഡുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു 4 ഓഫ് സോർട്സിന്റെ ഒരു എനർജി പോലെ തന്നെ ഉറക്കം നടിച്ചിരിക്കുന്ന ആ ഒരു എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ഈ ഒരു പേഴ്സൺ യാതൊരു ആക്ഷനും എടുക്കാതെ വളരെ ഒരു സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അപ്പൊ ഈ ഒരു തരത്തിലാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലവർക്ക് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടേത്. കാരണം ഇവിടെ നമുക്ക് ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കറന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചൊരു ധാരണയാണ് അവർക്ക്. എന്തൊക്കെ വഴക്കുകളും കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ഇപ്പോൾ ഈ ഒരു സമയത്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചൊന്ന് സംശയത്തോടു കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഇവിടെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നായിരിക്കാം ഇവരുടെ മനസ്സിൽ. അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അത്ര ഒരു ജെന്യൂൻ ആണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഒരു പാർട്ട്ണർ എന്നുള്ള നിലയിൽ നിങ്ങൾ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ആപത്തുകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഓടി അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലും, അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്ന എല്ലാ തരത്തിലും അവരെ ഒന്ന് കെയർ ചെയ്തുകൊണ്ട് നടന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ഈ ഒരു വ്യക്തിയുടേത് അത് തന്നെയാണ്. അപ്പം നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരെ നിങ്ങളെക്കുറിച്ച് കരുതിയിരിക്കുന്ന ഒരു മനസ്സിൽ അവർക്കൊരു പിക്ചർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനകത്ത് ഈ ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് അവരത് പറയുന്നുണ്ടാവില്ല. കാരണം എല്ലാ റിലേഷൻഷിപ്പിനകത്തും നമ്മൾ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു അപ്രീസിയേഷൻ ഒക്കെ അത്രയും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കരുതലൊക്കെ കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു റിലേഷൻഷിപ്പിന് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ ചില വ്യക്തികൾ അതൊന്നും ചെയ്ത് കാണാറില്ല. അവരുടെ മനസ്സിനകത്ത് ഉണ്ടാകും, പക്ഷെ എന്തോ അവരെ ഇപ്പോൾ അങ്ങനെ പുകഴ്ത്തണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അവർ സന്തോഷിക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയാറുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും
ഇനി പ്രശ്നങ്ങൾ ഉണ്ടായി ഈ വ്യക്തിയുമായിട്ട് ഒത്തിരി ഇതിലൊക്കെ ആണെങ്കിൽ പോലും അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട്, നിങ്ങൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്താഗതികൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്ന വ്യക്തികളായിരിക്കാം. അതായത് പെട്ടെന്ന് അവരുടെ ഒരു മനസ്സിനകത്ത് എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, അപ്പം അവർ നമ്മളോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് പിടികിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് ആ ഒരു ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം ചിലവർ സന്തോഷമായാലും സങ്കടമായാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം മനസ്സിനകത്ത് വെച്ച് ഒരു സമയം വരുമ്പോൾ പ്രതികരിക്കുന്ന വ്യക്തികളും ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വ്യത്യസ്തരായ മനുഷ്യരുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കറന്റ്ലി സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ്സ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ഒരു ബൗണ്ടറി വെച്ച് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയല്ല. തീർച്ചയായിട്ടും നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു ശരിക്കും ഒരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു പേഴ്സൺ കൂടി ആയിരിക്കാം. ഇപ്പോൾ ഇവർ പൊതുവെ മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം അവർക്കൊരു ഇംപ്രഷൻ വേണം, അല്ലെങ്കിൽ അവർക്കൊരു ഇമേജ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ സമൂഹത്തിൽ ചിലപ്പോൾ കുറച്ചൊരു റെസ്പെക്ട്ഫുൾ പ്ലേസിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. എല്ലാവരുടെയും ഒരു ശ്രദ്ധ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ഞാനാകണം എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയുടെ കീഴിൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് എടുത്തുകൊണ്ട് ഈ വ്യക്തിയുടെ കീഴിൽ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകാം. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഏത് വഴി അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ചൊരു ഗൗരവം, ഏത് വഴി നോക്കിയാലും അവർക്ക് ആ ഒരു ഗൗരവം ഉണ്ടാവും. അതായത് ഞാൻ ഇങ്ങനെയാണ്, നമ്മൾ പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ അനുസരിക്കാനൊക്കെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു അഹങ്കാരമോ അല്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു ഈഗോ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ കൂടി ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണ് പുറകെ നടക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഒരു ടേക്ക് കെയർ ചെയ്യുന്നതോ പാമ്പർ ചെയ്യുന്നതോ ഒക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മിണ്ടുക, അല്ലെങ്കിൽ നിങ്ങൾ പിറകെ നടക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവാം. പുറമെ അത് ചിലപ്പോൾ അവർ കാണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ശല്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തരത്തിലുള്ള ഒരു നേച്ചർ ആവാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും ലെസ് കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു പേഴ്സന്റെ പുറകെ പോയി സംസാരിച്ചിരുന്ന വ്യക്തികളോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരോട് ബെഗ് ചെയ്ത് നടന്നിരുന്ന പേഴ്സൺസ് ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കിയിട്ടില്ല. ഈ ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലും കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം ഒരു ആൻഷ്യസ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ. അതായത് വളരെയധികം ടെൻഷനാണ്, നിങ്ങളെ വല്ലാത്ത രീതിയിൽ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഈ ഒരു പേഴ്സണോട് കാണിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒരു ജെനുവിൻ ആണ്, അല്ലെങ്കിൽ അവരെ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ എന്ന് ഈ ഒരു പേഴ്സൺ സംശയിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു തരത്തിൽ ഇവരുടെ ഒരു എനർജി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇപ്പോൾ ചേസ് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ ആയിരിക്കാം നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരാണെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോയിട്ടും ഉണ്ടാകാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറന്റ്ലി നിങ്ങളുടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവരെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംശയിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതും ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്ത് പോലും ഇത്രയും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ചിട്ടുണ്ടാവില്ല. അത്രയേറെ ഒരു മെന്റൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എല്ലാം ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളിലും ഇവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം പൊസസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം. അതായത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കില്ല അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാൻഡിൽ തന്നെ ഒരു പിടിവാശിയായിട്ട് പോകുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അവരെ അനുസരിച്ച് കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങളൊരു പരിധി വിട്ട ബോറായിട്ട് പെരുമാറുന്നതോ അല്ലെങ്കിൽ കൂടുതൽ അടുക്കും തോറും ഈ വ്യക്തി ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യം എന്ന രീതിയിൽ അവർ പെരുമാറുന്നതോ, അല്ലെങ്കിൽ നമുക്കിവിടെ കാണാം ആ ഒരു അതോറിറ്റി എന്നുള്ള ഒരു എനർജി. അപ്പോൾ അത് ഒരു കോൺഫിഡൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു വിശ്വാസം അത് തന്നെയായിരിക്കും. ഞാൻ എത്ര അകന്നു മാറി നിന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ വേണ്ടത്ര ഒരു കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അവരെവിടെയും പോകാൻ പോകുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അവരങ്ങനെ ചിന്തിക്കാനുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അവൻ അല്ലെങ്കിൽ അവള് എവിടെയും പോകില്ല, എൻ്റേതാണ് എന്നുള്ള ആ ഒരു ധാരണ, ഞാൻ എത്ര വന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുത്തിട്ട് വന്നാലും അവിടെ തന്നെ അവർ കാണും, എൻ്റെ ഒരു പ്രോപ്പർട്ടി ആണെന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ആ ഒരു തരത്തിൽ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അത്രയും ഒരു ടേക്ക് കെയർ ചെയ്യാത്ത രീതിയിൽ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് പോകുന്ന വ്യക്തികളോ, അല്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സണോട് ഇനി ഞാൻ മിണ്ടില്ല, ഇനി വേണമെങ്കിൽ എൻ്റെ വഴിക്ക് വരട്ടെ, ഞാനായിട്ട് ഇനി അങ്ങോട്ട് പോയിട്ട് എൻ്റെ ഒരു സെൽഫ് വാല്യൂ കളയില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ മാറിയിട്ടുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഈ ഒരു പേഴ്സണെ വളരെയധികം സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് ഓരോ എനർജി കാർഡുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ആ ഒരു കാർഡുകൾ ലാസ്റ്റ് വന്നിരിക്കുന്ന 6 of Wands ന്റെ കാർഡുകളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഇവൾ അല്ലെങ്കിൽ ഇവൻ എന്നെ അല്ലാതെ മറ്റാരെയും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരില്ല എന്ന് എന്നെ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും അവർക്ക് ആ ഒരു ഓവർ കോൺഫിഡൻസിലായിരുന്നു അവരുണ്ടായിരുന്നത്. അത് നന്നായിട്ട് ഇപ്പോൾ അവർക്ക് മാറിയിട്ടുണ്ട്. എന്തൊക്കെയോ കള്ളത്തരങ്ങളോ ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ എന്നോട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പോയി പെട്ടിട്ടുണ്ടാകുമോ എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നിന്നിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. അപ്പൊ ആ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു പേഴ്സണ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവര് നിങ്ങളെ സംശയിച്ച് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ ആരെങ്കിലും ലൈഫിൽ വന്നതുകൊണ്ടാണോ ഈ ഒരു മാറ്റം എന്നെല്ലാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഇവിടെ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു പേജ് ഓഫ് സോർട്സ് താഴെ വന്നിരിക്കുന്നു. അപ്പോൾ ഹാങ്ഡ് മാൻ്റെ ഒരു എനർജി വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കും തോറും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയും തോറും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് സംശയങ്ങൾ കൂടി വരികയാണ്, അല്ലെങ്കിൽ തലങ്ങും വിലങ്ങും ആലോചിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കാണുന്നത് ഒരു കാര്യമാണ്, പാർട്ട്ണറിനോട് ഒരുപാട് ഒരു വിധേയത്വമുള്ള ഒരു വ്യക്തിയാണ് അപ്പുറത്തുള്ളെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഒരു സ്നേഹത്തോടു കൂടി എന്തും ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ പല പ്രാവശ്യം തെറ്റുകൾ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീറ്റിങ്ങോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ക്ഷമിച്ചു കൊടുക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. കാരണം അവരോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ അവരെ മറക്കാൻ സാധിക്കാത്തത് കൊണ്ട്. അപ്പൊ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും വീണ്ടും സ്വീകരിക്കുന്ന ആൾക്കാരാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ ചില കേസുകളിലെങ്കിലും പാർട്ട്ണർ ഇത് ശരിക്കും ദുരുപയോഗം ചെയ്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ട ആ ഒരു എനർജി പോലെ തന്നെ ഇത് എൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റി ടൈം കൊടുത്തില്ലെങ്കിലും ഒരു പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിലും ഒന്നും ഇവരവിടെയും പോകാൻ പോകുന്നില്ല എന്നുള്ളൊരു അഷുറൻസ് ഇവർക്ക് തന്നെ കിട്ടുന്ന ഒരു അവസ്ഥ. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കുള്ളത് കൊണ്ട് തന്നെ ഒരു പാർട്ട്ണറെ അവർ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എനർജീസ് വന്നിരിക്കുമ്പോൾ
അത്രയേറെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിനകത്താണ് ഇപ്പോൾ അവർക്കൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ കിട്ടി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം ജെന്യുവിൻ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ വളരെ സിൻസിയറായിട്ട് ഇവരെ സ്നേഹിച്ചിരുന്നു എന്നെല്ലാം ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റാരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പല രീതിയിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് വളരെയധികം ഒരു മെന്റലി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടാനായി ഇവര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ കുറച്ചൊരു അഹങ്കാരമൊക്കെ പിടിച്ച് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളോട് ഒരു ക്ലാരിറ്റി ചോദിച്ച് വരും, അല്ലെങ്കിൽ നിങ്ങളോട് വീണ്ടും ഈ ഒരു പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം നിങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു പേഴ്സൺ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും വ്യക്തമാകുന്നില്ല നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളെല്ലാം അവരെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കുന്ന സംഗതികളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിങ് തന്നെയാണ്. ഇപ്പോൾ പാർട്ട്ണറായിട്ട് അകന്നു നിൽക്കുകയാണ്, ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു പേഴ്സൺ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്, ഈ ഒരു പേഴ്സൺ അതിൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വളരെയധികം മെന്റലി ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡുകളിലൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ഥിതി ഏത് രീതിയിലാണ് മറിഞ്ഞു പോയിട്ടുള്ളതെങ്കിലും അതിന്റെ ഇപ്പോഴത്തെ ഒരു ഗതി എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് തന്നെയുള്ള ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു മാറ്റം വരുന്നുണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ യാതൊരു ആക്ഷനും എടുക്കാതെ ഈ ഒരു പേഴ്സൺ വളരെയധികം സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ നിങ്ങൾക്ക് ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു കോണ്ടാക്ട്, അവർക്കൊരു ക്ലാരിറ്റി കിട്ടാനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. എന്തൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്ത് വരും, നിങ്ങളെ തേടി ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സെൽഫ് എംപ്ലോയ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 44 കിട്ടുന്നുണ്ട്. 1989 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 34, 1984. ഫ്ലവേഴ്സ്, നമ്പർ 52, നമ്പർ 32. ഫിസിക്കൽ ഫിറ്റ്നസ്, 222 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, ലെറ്റർ പി. എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എബ്രോഡുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 12 നമുക്ക് കിട്ടുന്നുണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. ലെറ്റർ യു. കൈൻഡ്നെസ്, ഒത്തിരി ദയുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. സിംഗിങ്, പാട്ട് പാടാനൊക്കെ നല്ല കഴിവുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് കിട്ടുന്നത്. സപ്പോർട്ടീവ്, നിങ്ങളുടെ പേഴ്സൺ ഇത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളറ്. ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹോണസ്റ്റ്, ടോക്കറ്റീവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ കെ, ലെറ്റർ എസ്, നമ്പർ 37,
നമ്പർ 21. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്കിടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.